യേശുയൻ ജീവാധിനായക എൻ ആശകൾക്കാരാധ്യനായ നാഥ. യേശു തന്നെയാണെൻ്റെ ജീവശക്തി, നീയല്ലാതെ അസ്തിത്വമില്ല എന്നിൽ. യേശു തന്നെയാണെൻ്റെ ജീവശക്തി, നീയല്ലാതെ അസ്തിത്വമില്ല എന്നിൽ. കണ്ണിന്നു കൗതുകം നിൻ ദർശനം, കാതിന്നു കോമള രാഗവും നീ, രാഗവും നീ. ഈശോയൻ ജീവാധിനായക എൻ ആശകൾക്കാരാധ്യനായ നാഥ. Praise the Lord. അനുദിന വചനം. So Abraham called the name of that place, the Lord will provide. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം 14 തിരുവചനം. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. ആമേൻ. നിത്യന പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുന്ന് തന്ന ഈ പൊതുദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആരോഗ്യത്തോടെ പ്രാകാരങ്ങളിലേക്ക് പാർക്കുവാൻ ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു പരിപാലിച്ച് ഒരു ദുഷ്ടശക്തിയും ഞങ്ങൾ കൂടാരത്തെ തൊടാതെ അത്ഭുതകരമാമണ്ണം ഞങ്ങളെ കാത്ത് പരിപാലിച്ചതിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ, ഈ തിരുവചനം ഞങ്ങൾക്കായി വിളമ്പിത്തരണമേ, അവിടെ ഞങ്ങളെ പഠിപ്പിക്കണമേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പേരാണ് യഹോവ ഈരെ. ദൈവം കരുതിക്കൊള്ളും എന്നർത്ഥം വരുന്ന ദൈവത്തിൻ്റെ മറ്റൊരു പേര്. പുറപ്പാടിൻ്റെ പുസ്തകം 3 അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാൻ ആകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. ദൈവം പിന്നെയും മോശയോട് അരുളിച്ചെയ്തതെന്തെന്നാൽ, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇത് എന്നേക്കും എൻ്റെ നാമവും തലമുറ തലമുറയായി എൻ്റെ ജ്ഞാപകവും ആകുന്നു. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടിൻ്റെതായ രാത്രികൾ കടന്നു വരാം. അർദ്ധരാത്രികൾ ഉറക്കമില്ലാത്ത കണ്ണീരിൻ്റെ രാത്രികളായി മാറാം. അർദ്ധരാത്രികളിൽ ദൈവസന്നിധിയിൽ കരയണം. അപ്പോൾ കരുതലിൻ്റെ ദൈവം ഇറങ്ങി വരും. അബ്രഹാമിനോട് തൻ്റെ ഏകജാതനായ മകനെ ബലിയർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് പരിപൂർണമായി അബ്രഹാം അനുസരിച്ചു. അതിനാൽ കയ്യിലിരുന്ന കത്തി താണിറങ്ങുന്നതിന് മുമ്പ് കരുതലിന്റെ കരം ഇറങ്ങി ഇസ്ഹാക്കിന് പകരം യാഗമൃഗമായ കുഞ്ഞാടിനെ ദൈവം നൽകി. അർദ്ധരാത്രികളിൽ പൗലോസും ശീലാസും പാടി സ്തുതിച്ചപ്പോൾ കരുതലിന്റെ ദൈവം ഇറങ്ങി വന്നു. കരുതിക്കൊള്ളുന്ന ദൈവം, അബ്രഹാപ്പച്ചനോട് ഉടമ്പടി ചെയ്ത ദൈവം, ആ ദൈവത്തിന്റെ കരുതുന്ന കരം ഈ നിമിഷവും ചുരുങ്ങിപ്പോയിട്ടില്ല. നമ്മുടെ ആവശ്യങ്ങൾ ഇന്നതെന്നറിഞ്ഞ് തക്ക സമയത്ത് കാക്കയെ അയച്ച് നമ്മളെ പരിപോഷിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഹൃദയത്തിൽ നിന്ന് പറയാം, യഹോവ ഈരെ.
ഈ ദൈവം എനിക്കായി കരുതും, നമുക്കായി കരുതും. ഹൃദയം തുറന്ന് വിളിക്കുന്ന ഓരോ മക്കൾക്കുമായി അവിടുന്ന് കരുതിയിട്ടുണ്ട്. തക്ക സമയത്ത് അവിടുന്ന് അത് നമുക്ക് തന്നിരിക്കും. അപ്രകാരം വാക്കുകൾ പറഞ്ഞവൻ ആ വാക്ക് പാലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്തോത്രം. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി മക്കളുടെ ആവശ്യങ്ങൾ ഇന്നതെന്നറിഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് പരിശുദ്ധാത്മാവ് ദൈവം ഇന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. എബ്രാപ്പച്ചനെ അനുഗ്രഹിച്ച അതേ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവിടുന്ന് തുടർന്നും നമ്മളെ അനുഗ്രഹിക്കും. കരുതുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ എളിയ ജീവിതം മുന്നോട്ട് നയിക്കാം. പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുന്ന് തന്ന ഈ ദിനത്തിനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും കുടുംബമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങൾക്കായി കരുതുന്ന ദൈവമേ, ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഒരു വിഷയം ഞങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ അവ ഇന്നതെന്നറിഞ്ഞ് തക്ക സമയത്ത് ഞങ്ങളുടെ തുരുത്തിയിലെ മാവും കലത്തിലെ എണ്ണയും നിറച്ചു തരുന്നതിനായി സ്തോത്രം. അവിടുന്ന് ശ്രേഷ്ഠമായി ഞങ്ങളെ പരിപാലിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് അവിടുന്ന് ഒരുക്കി വച്ചിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലാത്തത് അവിടുന്ന് ഞങ്ങൾക്കായി കരുതിയിരിക്കുന്നതിനായി സ്തോത്രം. ഈ ഭൂമിയിലെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളത് അന്നന്ന് ഞങ്ങൾക്ക് അവിടുന്ന് തരുന്നതിനായി സ്തോത്രം. അവിടുന്ന് നൽകുന്ന എല്ലാ നന്മകൾക്കുമായി നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്കൂളും കോളേജും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ തലമുറകൾക്കായി അവിടുന്ന് കരുതിയിരിക്കുന്നതിനായി സ്തോത്രം. അവരുടെ ആവശ്യങ്ങൾ ഇന്നതെന്നറിഞ്ഞ് തക്ക സമയത്ത് സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. അവിടുന്ന് ഇത്രത്തോളം അവരെ കരുതുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഓരോ കൂട്ടായ്മയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ കരുതുന്നതിനായി നന്ദി പറയുന്നപ്പ. അവിടെ ഞങ്ങളുടെ യഹോവ ഈരയായി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിക്കണമേ. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ മണിപ്പൂരിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉക്രൈൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, യുദ്ധങ്ങൾ നടക്കുന്ന ഓരോ രാജ്യത്തെയും സമർപ്പിക്കുന്നു. സമാധാന പ്രഭുവേ, അവിടുത്തെ വിശുദ്ധകരം ഓരോ രാജ്യത്തിൻ്റെ മേൽ വയ്ക്കണമേ. നന്ദിയോടെ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. അകത്ത് വരുമ്പോഴും പുറത്ത് പോകുമ്പോഴും മേഘസ്തംഭമായി അഗ്നി തൂണായി തിരുസാന്നിധ്യം കൂടെ ഇരുന്ന് ഞങ്ങളെ മാനിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നാവിന്നു നൽകൂ പുതുമത്തൂരും നാഥ, നീയല്ലാതെ വേറെയില്ല. നാവിന്നു നൽകൂ പുതുമത്തൂരും നാഥ, നീയല്ലാതെ വേറെയില്ല. അത്യാശയോടെൻ്റെ ബുദ്ധി തേടും സത്യവുമായതിൻ മാർഗവും നീ, മാർഗവും നീ. ഈശോയൻ ജീവാധിനായക, എൻ ആശകൾക്കാരാധ്യനായ നാഥ. ഈശോയൻ ജീവാധിനായക, എൻ ആശകൾക്കാരാധ്യനായ
നിത്യനായ നാഥ നീ എൻ സർവവുമെന്ന ഓർത്തിടുമ്പോൾ ഹായൻ ഹൃദയം തുടിച്ചിടുന്നു ഹൃദയം തുടിച്ചിടുന്നു ഈശോയൻ ജീവാധിനായക എൻ ആശകൾ